ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നടി ചാർമിള ഒരു കുറച്ച് വെളിപ്പെടുത്തലുകളായിട്ട് വന്നിട്ടുണ്ട്. 28ഓളം ആൾക്കാരിൽ നിന്ന് മോശം അനുഭവം തനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മലയാള സിനിമയിൽ അടക്കമുള്ള ഈ പറയുന്നൊരു പ്രശസ്ത സംവിധായകന്മാരുടെ പേരും ബാക്കിയൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് എന്നിട്ട് പുള്ളിക്കാർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. ചില സൂപ്പർ സ്റ്റാറുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ അനുഭവം പറയില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഏകദേശം അവർ പറയുന്നത് ഈ പറയുമാതിരി ഇവർക്ക് ഒപ്പം ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള മുരളി, മോഹൻലാൽ, അതേ കണക്ക് തന്നെ ഇവരുടെ സ്ഥിരം നായകനായിട്ടുണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബു ആൻ്റണിയാണ്. ബാബു ആൻ്റണി പിന്നെ അവരെ അഫീസ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അവർ ആദ്യം ഒരു വിവാഹം കഴിച്ച കണക്ക് തന്നെയായിരുന്നു ബാബു ആൻ്റണിയായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക്. പക്ഷേ പേര് ഞാൻ പുറത്തെ പറയൂല. ഈ 28 പേരിൽ മലയാളികളുണ്ടോ? എങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു മാം, അത് പറയാമോ? അതായത് ഏതെങ്കിലും ആ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നപ്പോൾ സിനിമയിൽ നിന്ന് പുറത്താക്കിയായിരുന്നോ? ഇത് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ടോ മാം? ഇങ്ങനെ പുറത്താക്കുന്നതിനെ പറ്റി, മോശം അനുഭവം ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ 28 മലയാളി സംവിധായകർ മോശമായി പെരുമാറിയിട്ടുണ്ട് അല്ലേ? ഇവരെങ്ങനെയാണ് മാം ഈ ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ച് രാത്രി വാതിലിൽ വന്ന് മുട്ടുന്നത് വരെ പറയുന്നുണ്ട്. അത്തരത്തിൽ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ 28 പേരില് നമ്മളൊക്കെ വളരെ കാണുന്ന താരങ്ങളൊക്കെ ഉണ്ടോ മാഡം? ഈ ഹീറോസ് ഉണ്ട് അല്ലേ? ഒരാളല്ലോ മാം. ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ശ്രീശക്തി പ്രൊഡക്ഷൻസിന്റെ ബാഗ് കെ ഷൺമുഖം, സി ഗംഗാധരൻ, എം.ടി. മോഹൻ ഇതൊക്കെയാണ് നിർമ്മാതാക്കളായിട്ടുള്ളത്. മാം, അത് മലയാള സിനിമയിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള സ്റ്റുഡിയോയാണത്. മാം അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്? ഇത് എപ്പോഴാണ് മാം ഇൻസിഡന്റ് ഉണ്ടാവുന്നത്? സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയതിനു ശേഷം അല്ലേ? അതെ. ഹോട്ടൽ മുറിയിലേക്ക് വരികയായിരുന്നു മാഡം? ഹോട്ടൽ മുറിയിലാണ് ഹോട്ടൽക്കാരെ ഇവർ പ്ലാൻ ചെയ്തതാണ്. കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു, ബന്ധുപണികളുണ്ടായിരുന്നു, ജഗദീഷ് കുമാർ, അതിനുശേഷം എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം പുറപ്പെട്ടു പോയ ശേഷം സംഭവിച്ചാണ് ഇതൊക്കെ. ഈ ഷൂട്ട് എവിടെ വെച്ചായിരുന്നു മാഡം? പൊള്ളാച്ചി. ഈ പൊള്ളാച്ചിയിൽ ഈ പാട്ടിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിന് അവസാന ദിവസമാണ് മാമിനോട് ഈ സിനിമയുടെ നിർമ്മാതാവ് അടങ്ങുന്ന സംഘം അല്ലേ? ഈ ഷൺമുഖമണ്ണൻ, ഈ ഷൺമുഖാനൻ പിന്നെ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു വെച്ചാല്, ഞാൻ അയാളോട് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ 85 years old is old man. ഞാൻ ഇതിന് അയാളോട് കിടക്കാനാണ് പറയുന്നത്. ഈ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയുടെ സമയത്ത് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ മലയാളത്തിൽ? കാലിക്കറ്റിൽ ഉണ്ടായിരുന്നു. ഏത് പടമായിരുന്നു മാഡം? அந்த படம் பேரே தெரியாது. பேர் போட പറ്റില്ല. പ്രൊഡക്ഷൻ നമ്പർ 2 അതാണ് വിളിച്ചത്. ആരായിരുന്നു പടത്തിന് ഡയറക്ടർ, ഹീറോ? പ്രൊഡ്യൂസേഴ്സ് 3 പേര്. ആരായിരുന്നു മാഡം? ചെറിയ പയ്യന്മാര്, ദുബായിൽ നിന്ന് പുതിയ ആൾക്കാരായിരുന്നു. പേരോർമ്മയുണ്ടോ മാഡം? ഒരാളുടെ പേര് വെച്ചിട്ട് ഞാൻ സുധീർ, ഷോഫിക്ക്, പിന്നെ മറ്റൊരാളുണ്ട്. ഇവരൊക്കെ ഇപ്പൊ ആളറിയാതെ ആൾമാരാ. ആ പടം പിന്നീട് ടേക്ക് ഓഫ് ചെയ്തില്ല? ഓൺലി ഫോർ 3 days they worked. വേറെ ഏതെങ്കിലും മോശം അനുഭവം എപ്പോഴെങ്കിലും നേരിട്ടുണ്ടോ മലയാളത്തിൽ? അങ്ങനെ മലയാളത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഡയറക്ടർ പേരും പറയാൻ പറ്റില്ലായിരിക്കും. പൂരത്തിലെ വിഷ്ണുവിന് ഒരാളുണ്ടായിരുന്നു. പൂരം സിനിമയിലെ അഭിനയിച്ച നായകൻ. ഏത് സിനിമയാണ് മാഡം? പൂരം. ആ വിഷ്ണുവിന് ഒരാൾ എന്റെ ചേട്ടനാണ് എപ്പോഴും. അങ്ങനെയാണ് എന്റെ ഫാമിലി ഫ്രണ്ട്സ്. പുള്ളി കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഹരിഹരനോട്. എന്നോട് ഡീസന്റ് ആയിട്ട് സംസാരിച്ചു ഹരിഹരൻ. വീട്ടിൽ ചെന്നു, കോഫി കൊടുത്തു, എല്ലാം ചെയ്തു, ചിപ്സ് ഒക്കെ കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു, അയച്ചു വെച്ചു. ഡീസന്റ് ആയിട്ട് അയച്ചു വെച്ചു. ഇന്നത്തെ മോശമായിട്ട് ഒന്നും വെച്ചിട്ടില്ല. വന്ന ശേഷം അവരടുത്ത് ചോദിച്ചു ചാർമിള കിട്ടുവാണ്. അപ്പൊ അവനെ വിളിച്ച് പറഞ്ഞു, എന്താണ് ചാർമിള ഇങ്ങനെ മുഴുവൻ ചോദിച്ചു കൊടുത്തു. ആയിഷ അന്നാ വിട്ടിരുന്നേ വേണം, എന്റെ പടമേ വേണം, വിട്ടില്ല, വേറെ പടം പാടില്ല അതിനാ ചൊല്ലിച്ചു. അവരത് ചെയ്തത് കൊണ്ട് അവരെ പറ്റാക്കി. വീട്ടിലായിരുന്നു മാം? ചെന്നൈ മെജസ്റ്റിക് ഫ്ലാറ്റ്. ഇങ്ങനെ തുറന്ന് പറയുന്നവരെല്ലാവരും തന്നെ പരാതിപ്പെടാൻ തയ്യാറാകുന്നുണ്ടെന്ന് ചോദിക്കുന്നത്. മാം പരാതിപ്പെടാൻ എപ്പോഴും തയ്യാറാണോ? നോവേ, എനിക്ക് മോനുണ്ട്. ഞാൻ യെസ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർമിള യഥാർത്ഥമായിട്ട് ഈ പറയുമ്പോൾ 90കളിലെ ഒരു വസന്തം തന്നെയായിരുന്നു. 90കളിലെ വസന്തം എന്ന് പറഞ്ഞാൽ മറ്റേ അർത്ഥം വെച്ചുള്ള ഇതല്ല. ഒരു കാലത്ത് ആൾക്കാരുടെ കാതലായിരുന്നു, പ്രണയമായിരുന്നു ചാർമിള. പലരുടെയും ഞരമ്പുകളിൽ ഓടിയ രക്തം
എന്താ പറയുന്നത് ധമനികളിൽ പോലും ഉണ്ടായിരുന്നു ഈ ചാർമിള എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ബാബു ആൻ്റണിയുമായിട്ടുള്ള ഒരു അഫെയറിന് ശേഷം ഈ നായികയെ കാണാനില്ലായിരുന്നു. പിന്നീട് അവർ വേറെ വിവാഹം കഴിച്ചു, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇവർ ഇതിനകത്ത് ഒരുപാട് പ്രൊഡ്യൂസറുടെ പേര്, ഒരു സംവിധായകൻ്റെ പേരുമാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ചില നായകന്മാർ അവരുടെ പേര് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അഫ്കോഴ്സ് ഒരുപക്ഷെ അത് മോഹൻലാലോ ഈ പറയുമ്പോൾ മനോജ് കെ ജയൻ ഇവരുടെ സ്ഥിരം ആളായിരുന്നു. അതുപോലെ തന്നെ മുരളി ഇവരുടെ സ്ഥിരം ആളായിരുന്നു. മുരളിയെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് ഈ പറയുമ്പോൾ ബലമായിട്ട് പലതും ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ മുരളിയൊന്നും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടായിരിക്കും പേര് പറയാതെ. പിന്നെ ബാബു ആൻ്റണിയായിട്ട് എന്തായാലും ഇവരങ്ങനെ പറയില്ല, കാരണം ഓൾറെഡി ഇവരും അമ്മ ഒരു അഫെയർ ഉണ്ടായിരുന്നു. അതിനുശേഷം ബാബു ആൻ്റണി ഈ പറയുമാതിരി ചതിക്കുമായിരുന്നു ഈ സ്ത്രീയെ എന്നാണ് പൊതുസമൂഹം പറയുന്നത്. കാര്യം ഇയാൾ പിന്നെ അമേരിക്കയിൽ പോയിട്ട് പിന്നെ വേറെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. പിന്നീട് ഇവർ കുറേ നാൾ വിവാഹം കഴിക്കാതിരിക്കുകയും തുടർന്ന് അദ്ദേഹം സീരിയലിലൊക്കെ ഉള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുകയാണ്. സോ ഇതിനകത്തെ ഈ ഇവർ മറച്ചു വെക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ ആരൊക്കെയാണെന്ന്, ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.